+2 ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സിലേക്ക് നമ്മുടെ എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യാണ്. നമ്മൾ 1-ാം വർഷം ബിസിനസ് സ്റ്റഡീസ് പഠിച്ച് എക്സാം എഴുതി കഴിഞ്ഞു. ഇനി 2-ാം വർഷം ബിസിനസ് സ്റ്റഡീസിലേക്കാണ് പോകുന്നത്. 1-ാം വർഷത്തെ ബിസിനസ് സ്റ്റഡീസിലെ പല കാര്യങ്ങളുടെയും ബേസോടുകൂടി തന്നെയാണ് 2-ാം വർഷ ബിസിനസ് സ്റ്റഡീസിലെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് മുന്നോട്ട്. അതേപോലെ തന്നെയാണ് 2-ാം വർഷ ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ കുറച്ചും കൂടി ഉയർന്ന ചിന്താഗതി ആവശ്യമാണ്. ഓരോ ടോപ്പിക്സും കുറച്ച് ഉയർന്ന തലത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ബിസിനസ്സിനെ കുറിച്ചിട്ടും ബിസിനസ്സിൻ്റെ ഫോംസും അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെയായിരുന്നു എന്ന് ഓർത്ത് നോക്കൂ. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് 2-ാം വർഷ ബിസിനസ് സ്റ്റഡീസിലെ ആദ്യത്തെ ചാപ്റ്ററിലേക്കാണ്. പേപ്പറും പെന്നൊക്കെ എടുത്തിട്ട് എല്ലാവരും റെഡിയായിരിക്കുക. നമുക്ക് ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എഴുതി വയ്ക്കുക. അതേപോലെ ടീച്ചർ തരുന്ന എല്ലാ അസൈൻമെൻറ്റ്സും കൃത്യമായി തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം മഴയൊക്കെയാണ്, അതേപോലെ കോവിഡ് സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ പ്രിക്കോഷൻസും എല്ലാ കുട്ടികളും എടുക്കുക. വീട്ടിൽ സേഫ് ആയിരിക്കുക കേട്ടോ. നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത് തന്നെ ഒരു ഡിസ്കഷനിലൂടെയാണ്. നമ്മുടെ ഇൻട്രാക്ഷൻ അത്യാവശ്യമാണ്. സോ നന്നായി തന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഓരോരുത്തരും പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ടാവും അല്ലേ? അതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ആക്സിഡൻ്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യും. അതേപോലെ നമ്മൾ പ്ലാനിങ് ആയിട്ട് ഡെലിബറേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തു, ദെൻ നമ്മളിപ്പോൾ എക്സാം അടുത്തായിട്ട് കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ എഴുതി കഴിഞ്ഞു. ആ എക്സാം എഴുതുന്നതിന് വേണ്ടി നിങ്ങൾ പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരു ദിവസം പോയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എഴുതിയതാണോ? അല്ല, അതിൻ്റെ ബാക്കിൽ നമ്മുടെ കുറേ എഫേർട്ട് ഉണ്ട്. നമ്മൾ നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിരുന്നു. നമ്മളൊരു ലക്ഷ്യത്തെ മുൻനിർത്തിയിട്ട്, ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സാം നമുക്ക് നന്നായി അറ്റൻഡ് ചെയ്യണം. നമ്മൾ ആ സബ്ജക്റ്റ് നന്നായിട്ട് അതിൽ ഓരോ ഏരിയാസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണം. എന്താണ് ബിസിനസ് എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയണം. മുന്നേ കൂട്ടി തയ്യാറാക്കിയ പല കാര്യങ്ങളും നമ്മൾ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയിട്ട് പല വാരിയസ് പ്രിപ്പറേഷൻസും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ, ഇത്ര ടാസ്ക്, ഇത്ര ടോപ്പിക്സ് നമ്മൾ ചെയ്യും. അതേപോലെ വാരിയസ് അസൈൻമെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? പല കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞു, ടീച്ചേഴ്സിൽ നിന്നും, പാരൻസിൽ നിന്നും, സൊസൈറ്റിയിൽ നിന്നും. അതേപോലെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്തു. പല വിവരങ്ങളും നമ്മൾ ശേഖരിച്ചിട്ട് അതിനെ ഓർഗനൈസ് ചെയ്തു. അതിനുശേഷം നമുക്കത് ശരിയല്ലാന്ന് തോന്നിക്കഴിഞ്ഞ് നമ്മൾ പോകുന്ന ആ ഒരു റൂട്ട് ശരിയല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ടീച്ചർമാരുടെ അടുത്ത് ഗൈഡൻസ് ചോദിക്കുകയും അതിനനുസരിച്ച് അവരുടെ ഒരു ടോപ്പിക്സ് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യുകയും അത് മുന്നോട്ട് പിന്നെ പഠിക്കുകയും അതിൽ വാരിയസ് അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്ത് നമ്മളിപ്പോൾ എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞു. പഠിച്ച് ഒരുവിധം ക്ലിയർ ചെയ്ത് എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞു. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ പഠിച്ചതിനനുസരിച്ച് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞോ? അതോ കഴിഞ്ഞില്ലേ? സാധിച്ചില്ലേ? അത് സാധിച്ചില്ലെങ്കിൽ എന്തുകൊണ്ടാണത്? അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് അവിടെ ഒരു ഇവാലുവേഷനും കൂടി വരുന്നുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, അതേപോലെ ഡയറക്റ്റ് ചെയ്യുന്നു, കൺട്രോൾ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവിടെ ഇവാലുവേഷനും കൂടി വരുന്നത്, ഫീഡ്ബാക്ക് നമ്മളോട് തന്നെ അവിടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്ത നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടാവും, നമ്മുടെ പാരൻസ് ഉണ്ടാവും. നമ്മൾ എല്ലാ കാര്യങ്ങളും ഏറ്റവും നമ്മുടെ ആ ഗോൾ, നമ്മുടെ ലക്ഷ്യം ഏറ്റവും മികച്ച രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തു. ഈ ഒരു ഇപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പോട്ടെ,
നമ്മൾ എന്തെങ്കിലും ഒരു സെൻഡ് ഓഫ് ഇല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടീസ് നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യും, നന്നായിട്ട് ഓർഗനൈസ് ചെയ്യും, നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരും ആ ഒരു ദിവസത്തെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ ലാസ്റ്റ് നോക്കുക, നമ്മൾ പ്ലാൻ ചെയ്തതിനനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ ശരിയായി നടന്നോ, കൃത്യമായ ടൈമിലെല്ലാം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോ, ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ട്, അതിന് ടോട്ടലി നമ്മളൊരു പേര് പറയും. എന്താ പറയുക? ഇങ്ങനെ നമ്മൾ റിസ്ക് ആയിട്ടുള്ള ടാസ്ക് കറക്റ്റ് ടൈമിൽ ചെയ്ത് തീർക്കുക. അതേപോലെ ഓരോ ആക്ടിവിറ്റീസ് കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. നമ്മൾ ഗോൾ ഓറിയൻറ്റഡ്, ലക്ഷ്യത്തെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതേപോലെ ഒരു ടാസ്ക് നമ്മൾ പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത്, അത് മിനിമം കോസ്റ്റിലായിരിക്കും അല്ലേ. നമ്മൾ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും എഫിഷ്യൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിന് നമ്മൾ എന്താ പറയുക? ടോട്ടലായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കൂ. എന്തായിരിക്കും ഈ ടോട്ടലായിട്ടുള്ള ആ ഒരു പ്രോസസ്സിന് എന്ത് പേരാണ് നമ്മൾ വിളിക്കുക? അതെ, മാനേജ്മെന്റ്. മാനേജ് ചെയ്യുക. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ മാനേജ്മെന്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് മാനേജ്മെന്റ് എന്ന് നോക്കാം. The term management denotes either an individual or a group of individuals who are entrusted with the responsibilities of running an organization smoothly. മാനേജ്മെന്റ് എന്ന ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ അവൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു ഓർഗനൈസേഷൻ സ്മൂത്തായി റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏകോപിപ്പിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Thus they plan, organize, direct and control the activities in an organization to achieve the objectives. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസിനെ ഡയറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എല്ലാ ആക്ടിവിറ്റീസും ആ ലക്ഷ്യത്തെ മുൻനിർത്തി എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഏറ്റവും എസെൻസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മാരി പാക്കർ ഫോലറ്റ്, അദ്ദേഹം ഒരു മേജറായിട്ടുള്ള ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് മാനേജ്മെന്റിന് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മാരി പാക്കർ ഫോലറ്റ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ അല്ലെങ്കിൽ ത്രൂ പീപ്പിൾസ്. മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ നടത്തിക്കുന്ന കലയാണ് മാനേജ്മെന്റ് എന്ന് മേരി പാക്കർ ഫോലറ്റ് പറഞ്ഞിരിക്കുന്നു. അതെ, നമ്മുടെ സൂപ്പർവൈസേഴ്സ്, ടോപ്പ് മാനേജ്മെന്റ്, ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ഓണേഴ്സ്, അവരൊക്കെ നമ്മുടെ സബോർഡിനേറ്റ്സ്, നമ്മുടെ ഓർഗനൈസേഷനിലെ തൊഴിലാളികളെ കൂടി അവരിലൂടെ ഓരോ കാര്യങ്ങളും ഓരോ ആക്ടിവിറ്റീസും ചെയ്യിപ്പിച്ചെടുക്കുന്നു അല്ലേ. എന്നിട്ട് അവരിനെ ഒരു ഏകോപിപ്പിച്ച് ഒരു കൊളാബറേഷനോട് കൂടി ആ ഗോൾസ് അച്ചീവ് ചെയ്യുന്നു, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. ഒരു എക്സാമിലൂടെ നമ്മൾ ടീച്ചേഴ്സ്, അതേപോലെ നമ്മളുടെ പാരൻസ്, സൊസൈറ്റി, ബാക്കി നമ്മളുടെ പഠനത്തെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കിയുള്ള മെറ്റീരിയൽസ് എല്ലാത്തിൻ്റെയും ഹെൽപ്പോടുകൂടി നമ്മൾ ആ ഒരു നമ്മളെ ലക്ഷ്യത്തെ മുൻകൂട്ടി കണ്ട് അത് അച്ചീവ് ചെയ്യാണ്. അതേപോലെ തന്നെയാണ് മാനേജ്മെന്റിലും. മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾസ്. ഇത് ഷുവറായിട്ടും പഠിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. നന്നായി തന്നെ മനസ്സിലിരുത്താം ഈ ഒരു ഡെഫിനിഷൻ. ഓക്കെ, നമുക്ക് ഇനി ഒരു എക്സാമ്പിളിലേക്ക് പോവാം അല്ലേ. ആസ് ആൻ എക്സാമ്പിൾ, ലെറ്റ്സ് സേ യു ഗോ ഇൻ ടു എ കോഫി ഷോപ്പ്. നിങ്ങളൊരു കോഫി ഷോപ്പിലേക്ക് പോവുകയാണ്. യു ഓർഡർ എ ക്യാപ്പച്ചിനോ. നമ്മളൊരു ക്യാപ്പച്ചിനോ ഓർഡർ ചെയ്തു. അതിൽ ഡിഫറെൻറ്റ് കേസസ് പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. യു റിസീവ് എ കോക്ക് ആഫ്റ്റർ 20 minutes. നമുക്ക് കോക്ക് കിട്ടിയത് 20 minutesന് ശേഷമാണ്. യു റിസീവ് യുവർ ക്യാപ്പച്ചിനോ ആഫ്റ്റർ 20 minutes. എനിക്ക് ക്യാപ്പച്ചിനോ റിസീവ് ചെയ്തത് 20 minutesന് ശേഷമാണ്. യു റിസീവ് എ കോക്ക് വിത്തിൻ 10 seconds. നിങ്ങൾക്ക് 10 secondsന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കോക്ക് റിസീവ് ചെയ്തു.
You receive your cappuccino within 10 seconds. നിങ്ങൾക്ക് cappuccino 10 സെക്കൻഡ്സിനുള്ളിൽ റിസീവ് ചെയ്തു. ഇതിലേതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു കോഫി ഷോപ്പിൽ പോയി നമ്മൾ cappuccino ഓർഡർ ചെയ്തു. സോ നിങ്ങൾ ഏത് ടൈമിൻ്റെ ഉള്ളിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്? ഇതിലേറ്റവും മെച്ചപ്പെട്ട സെർവ് ചെയ്യണ രീതി ഏതാണ്? അതെ, നമ്മൾ 10 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഏറ്റവും ടൈം കുറഞ്ഞ രീതിയിൽ നമുക്ക് സാധനങ്ങൾ അവൈലബിൾ ആയിരിക്കണം. അതിനെന്താ പറയുക? കുറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് വേഗം കാര്യങ്ങൾ മാനേജ് ചെയ്തെടുക്കുകയാണ് അല്ലേ? എന്ത് പറയും നമ്മൾ? അതെ, ഏറ്റവും കാര്യക്ഷമമായിട്ട് നമുക്ക് എന്താണ് ആവശ്യം അത് റൈറ്റ് വേയിൽ നമ്മൾ നേടിയെടുക്കുന്നു അല്ലേ? യെസ്, അതിന് നമ്മൾ പറയുന്നത് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ ടൈമിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് നടക്കണം അല്ലേ? ഇവിടെ എന്ന് പറഞ്ഞാൽ യു റിസീവ് എ കോക്ക് വിത്തിൻ 10 സെക്കൻഡ്സ് ആൻഡ് റിസീവ് യുവർ ക്യാപ്പച്ചിനോ വിത്തിൻ 10 സെക്കൻഡ്സ്. ദാറ്റ് ഈസ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഒരു ബിസിനസ് ഇല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു മാനേജ്മെന്റ്, അവിടെ എന്തായിരിക്കണം ചെയ്യേണ്ടത്? എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രവർത്തനമായിരിക്കണം ചെയ്യേണ്ടത്. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറിങ് ദ റൈറ്റ് തിങ്സ് നമ്മൾ ടാർഗറ്റ് ശരിയായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മുടെ ടാർഗറ്റാണ്, നമ്മുടെ ലക്ഷ്യം നമ്മൾ അച്ചീവ് ചെയ്യുക എന്നതാണ് എഫക്റ്റീവ്നെസ്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയായ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ആ ലക്ഷ്യത്തെ അച്ചീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നു. എഫിഷ്യൻസിയോ ഡൂയിങ് തിങ്സ് റൈറ്റ്, ശരിയായ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും മിനിമം കോസ്റ്റിൽ മിനിമം ടൈമിൽ മാക്സിമം റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ഓർഗനൈസേഷനിലൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുക. അവിടെ ഇൻഎഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടറേ വരുന്നില്ല. നമ്മൾ എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റ് ആയിട്ടാണ് മാനേജ്മെൻറ്റിലെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമുക്ക് മീനിങ് നോക്കാം. ഓക്കെ, effectiveness in management means doing the right task, completing the activities and achieving the predefined goals. It is concerned with the end result. എഫക്റ്റീവ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുക. അതെങ്ങനെ അച്ചീവ് ചെയ്യണം? റൈറ്റ് ടാസ്ക്, നമ്മൾ കറക്റ്റ് ടൈമിൽ ടാസ്ക് ചെയ്യണം. അതേപോലെ കംപ്ലീറ്റ് ദ ആക്ടിവിറ്റീസ്, നമ്മൾ ആ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്തിനെ ഡിഫൈൻ ചെയ്തിട്ടായിരിക്കണം? എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം? നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച ലക്ഷ്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ അത് അച്ചീവ് ചെയ്യേണ്ടത്. ഇത് എന്തിനെ കൺസിഡർ ചെയ്തിട്ടാണ്? എൻഡ് റിസൾട്ട്. നമ്മുടെ എൻഡ് റിസൾട്ട് എന്താണ്? നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക. എക്സാമിന് പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾക്ക് നന്നായിട്ട് സ്കോർ ലഭിക്കണം. നമുക്ക് ബിസിനസ് എന്ന ആ സബ്ജക്റ്റ് കൃത്യമായി അറിഞ്ഞിരിക്കണം. ബിസിനസ്സിൻ്റെ എല്ലാ ഫാക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ ഒരു എക്സാം എന്ന ഒരു വ്യൂ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തത്. അതേപോലെ എൻഡ് റിസൾട്ടിനെ കൺസേൺ ചെയ്യുന്നതാണ് ഈ ഒരു മാനേജ്മെന്റ്. അതിൽ എഫക്റ്റീവ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനേജ്മെന്റിലെ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂയിങ് ദ റൈറ്റ് ടാസ്ക്, കംപ്ലീറ്റിംഗ് ദി ആക്ടിവിറ്റീസ്, അച്ചീവിംഗ് ദി പ്രീ ഡിഫൈൻഡ് ഗോൾസ്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ എൻഡ് റിസൾട്ട്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് എഫിഷ്യൻസി. എഫിഷ്യൻസി മീൻസ് ഡൂയിങ് ദ ടാസ്ക് കറക്റ്റ്ലി, കംപ്ലീറ്റ്ലി ആൻഡ് വിത്ത് മിനിമം കോസ്റ്റ്. നമ്മൾ എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടാസ്ക് ചെയ്യുക. എങ്ങനെ ചെയ്യണം? കറക്റ്റായിട്ട്, കംപ്ലീറ്റ് ആയിട്ട്, മിനിമം കോസ്റ്റിൽ ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് എഫിഷ്യൻ്റ് ആണെന്ന് പറയാൻ കഴിയുള്ളൂ. ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? മിനിമം കോസ്റ്റിലായിരിക്കണം. അത് മിനിമം കോസ്റ്റിൽ കറക്റ്റായിട്ട്, കംപ്ലീറ്റ് ആയിട്ട് വേണം നമ്മൾ ആ ടാസ്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. എഫക്റ്റീവ്നെസ്സിലോ നമ്മൾ ആ ഗോൾസിനെ മുൻനിർത്തി ആയിരിക്കും നമ്മളിവിടെ ചെയ്യുന്നുണ്ടാവുക. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിരിക്കണം, അതിനനുസരിച്ച് എന്തായിരിക്കണം? എഫിഷ്യൻസി ആയിരിക്കണം, എഫിഷ്യൻറ്റും ആയിരിക്കണം. മാനേജ്മെന്റ് ഷുഡ് ബി മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്.
മാനേജ്മെന്റ് എന്ന് പറയുന്നത് എഫിഷ്യൻറ്റും ആയിരിക്കണം, എഫക്റ്റീവ്നെസ്സും ആയിരിക്കണം. ആ എഫിഷ്യൻസിയുടെയും എഫക്റ്റീവ്നെസ്സിൻ്റെയും ഒരു ബാലൻസ് ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പറയാം, മാനേജ്മെന്റ് ആസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ എയിം ഓഫ് അച്ചീവിങ് ഗോൾസ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. നമ്മൾ ലക്ഷ്യം നേടിയെടുക്കേണ്ടത് നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവ് ആയിരിക്കണം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യിക്കേണ്ടത്. ഇതിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്: പ്രോസസ്, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്. പ്രോസസ്, പ്രക്രിയ. ഇതൊരു പ്രോസസ്സാണ് അല്ലെങ്കിൽ പ്രക്രിയയാണ്. എങ്ങനെ? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് തുടങ്ങിയ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ പറഞ്ഞു മാനേജ്മെന്റിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതേപോലെ എഫിഷ്യൻ്റ് ആണ് അല്ലേ? നമ്മൾ പറഞ്ഞു അല്ലേ, എഫിഷ്യൻ്റ് ആണ്, കാര്യക്ഷമമായിട്ടുള്ളതാണ്. നമ്മളുടെ ഓരോ ചുമതല അല്ലെങ്കിൽ കർത്തവ്യങ്ങളും പരമാവധി കുറഞ്ഞ ചെലവിൽ കൃത്യമായും പൂർണ്ണമായും നിറവേറ്റുന്നതാണ് കാര്യക്ഷമത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എഫക്റ്റീവ്നെസ് പറഞ്ഞു, ഉചിതമായിട്ടുള്ള നമ്മളുടെ ചുമതലകൾ കറക്റ്റ് ടൈമിൻ്റെ ഉള്ളിൽ നിർവഹിക്കുക, പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് മുൻകൂട്ടി നമ്മൾ തയ്യാറാക്കപ്പെട്ട ലക്ഷ്യങ്ങളെ നേടുക. അത് ലീഡ് ചെയ്ത് നമ്മളുടെ എന്താണോ നമ്മളുടെ ടാർഗറ്റ് അത് നമ്മൾ അച്ചീവ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ ആയിരിക്കും ഈ ഒരു എഫിഷ്യൻസി, ഈ രണ്ട് കാര്യങ്ങൾ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് തമ്മിലുള്ള കമ്പാരിസണിൽ വരുന്നത്, അല്ലെങ്കിൽ ഡിഫറൻസസ് എന്തൊക്കെ ആയിരിക്കും? ഒന്ന് ചർച്ച ചെയ്യൂ, ഒന്ന് അനലൈസ് ചെയ്യൂ. എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വീഡിയോ പോസ് ചെയ്യുക, എഴുതുക. നമ്മുടെ പേപ്പറും പെന്നും നിങ്ങളുടെ കുട്ടികളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. ഒന്ന് എഴുതി നോക്കൂ, എന്തൊക്കെ ആയിരിക്കും വ്യത്യാസങ്ങൾ. വീഡിയോ പോസ് ചെയ്യുക, എഴുതുക കേട്ടോ. നമ്മുടെ കുട്ടികളെല്ലാവരും ഈ ഒരു ഡിഫറൻസസ് നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം. മേജർ ആയിട്ടുള്ള എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. എഫക്റ്റീവ്നെസ് ഈസ് ദ എബിലിറ്റി ടു കംപ്ലീറ്റ് എ ടാസ്ക് ആസ് ഡിസയേർഡ്. എഫക്റ്റീവ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണോ ആഗ്രഹിച്ച ആ ഒരു ലക്ഷ്യം, ആ ഒരു ടാർഗറ്റ്, ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക അല്ലേ? അങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, ആ ഒരു ടാസ്ക് ഡിസയർ ചെയ്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു എബിലിറ്റീനാണ് നമ്മൾ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. എന്താണ് എഫിഷ്യൻസി? എഫിഷ്യൻസി ഈസ് കംപ്ലീറ്റിംഗ് എ ടാസ്ക് വിത്ത് ദ ബെസ്റ്റ് പോസിബിൾ വേ. ശരിയായ രീതിയിൽ നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫക്റ്റീവ്നെസ് മീൻസ് ഡ്യൂറിങ് ദ റൈറ്റ് തിങ്സ്. നമ്മൾ ശരിയായ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. എഫക്റ്റീവ്നെസ്. എഫിഷ്യൻസി മീൻസ് ഡൂയിങ് തിങ്സ് ഇൻ ദി റൈറ്റ് ഓർഡർ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും റൈറ്റ് ഓർഡറിലായിരിക്കും ചെയ്യുന്നത്. എഫിഷ്യൻസി. എഫക്റ്റീവ്നെസ് എംഫസിസ് ഓൺ അച്ചീവിങ് ദ ഡിസയേർഡ് ഒബ്ജക്റ്റീവ്. നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നതിൽ കുറച്ച് ഉറച്ചിട്ട് അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ് എഫക്റ്റീവ്നെസ്. എഫിഷ്യൻസി എംഫസിസ് ഓൺ ഗെറ്റിംഗ് മാക്സിമം ഔട്ട്പുട്ട് വിത്ത് മിനിമം എഫേർട്ട് ആൻഡ് ടൈം. നമ്മൾ മിനിമം എഫേർട്ടിലൂടെ അല്ലെങ്കിൽ ടൈമിലൂടെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് നേടിയെടുക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റിയാണ് എഫിഷ്യൻസി. ആൻഡ് എഫക്റ്റീവ് പേഴ്സൺ വിൽ പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി വർക്ക്. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ഹൈ ക്വാളിറ്റി വർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള പേഴ്സണോ പ്രൊഡ്യൂസ് ഇൻ്റലിജൻറ്റ് ആൻഡ് ക്വിക്ക് വർക്ക്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അതേപോലെ ക്വിക്ക് വർക്ക് ആയിരിക്കും വരിക. അപ്പോൾ എഫിഷ്യൻസിയിൽ നമുക്ക് പറയാം സ്മാർട്ട് വർക്കും, എഫക്റ്റീവ്നെസ്സിൽ ഹാർഡ് വർക്ക്. അതേപോലെ ആൻ എഫക്റ്റീവ് പേഴ്സൺ വിൽ ഫോക്കസ് ഓൺ പ്രൊഡ്യൂസിങ് റിസൾട്ട്സ് ആൻഡ് ഡസ് നോട്ട് ബോദർ അബൌട്ട് റിസോഴ്സസ്. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ റിസൾട്ടിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക, ഒരിക്കലും റിസോഴ്സസ് ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ
നമ്മൾ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ മാക്സിമം റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തിട്ട് അതേപോലെ ടൈം എഫേർട്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് ലീസ്റ്റ് ആയിട്ടുള്ള എഫേർട്ടും റിസോഴ്സസ് ടൈം യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ബോദർ എബൌട്ട് വെദർ എ വർക്ക് ഈസ് ഡൺ ഓർ നോട്ട്. നമ്മളവിടെ വർക്ക് ചെയ്തോ ചെയ്തില്ലേ എന്നതിനെ കുറിച്ച് ബോധേഡ് ആയിരിക്കില്ല. പക്ഷേ ഇവിടെ നമ്മൾ എഫിഷ്യൻസിയിൽ ബോദേഴ്സ് എബൌട്ട് വെദർ എ വർക്ക് ഈസ് ഡൺ ഓർ നോട്ട്. നമ്മൾ വർക്ക് ചെയ്തോ ചെയ്തില്ലേ എന്നതിനെ കുറിച്ചായിരിക്കും നമ്മൾ ബോദർ ചെയ്യുന്നുണ്ടാവുക. സോറി ഫോർ ദി മിസ്റ്റേക്ക്. ആൻഡ് ബോദേഴ്സ് എബൌട്ട് ഹൗ വർക്ക് ഈസ് ഡൺ. എങ്ങനെ നമ്മൾ വർക്ക് ചെയ്തു എന്നതിനെ കുറിച്ചായിരിക്കും നമ്മളിവിടെ ബോദർ ചെയ്യുന്നുണ്ടാവുക. ദെൻ എഫക്റ്റീവ്നെസ് ഡസ് നോട്ട് ഫോളോ എ പെർട്ടിക്കുലർ പ്രോസസ് ഓർ ഇറ്റ് ഈസ് നോട്ട് ടൈം ഓറിയൻറ്റഡ്. എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ ഫോളോ ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ടൈം ഓറിയൻറ്റഡ് അല്ല. എഫിഷ്യൻസി ഫോളോസ് ദ ബെസ്റ്റ് പ്രോസസ് ഇൻ മിനിമം ടൈം പീരീഡ്. എഫിഷ്യൻസി ഫോളോ ചെയ്യുന്നത് മിനിമം ടൈം പീരീഡിൽ ബെസ്റ്റ് പ്രോസസ് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം അങ്ങനെയായിരിക്കും. അപ്പോൾ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ്നെസ് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ എഫിഷ്യൻസി നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് മിനിമം കോസ്റ്റിലായിരിക്കണം എന്നതിനെക്കുറിച്ച് എംഫസൈസ് ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളുടെ ഒരു ബാലൻസ് ഒരു ഓർഗനൈസേഷനിൽ ഒരു ബിസിനസ്സിൽ അത്യാവശ്യമാണ്. ഒരു മാനേജ്മെൻറ്റ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഈ രണ്ട് കാര്യങ്ങളുടെ തുല്യമായിട്ടുള്ള ഒരു ബാലൻസിങ് അവിടെ ഉണ്ടായിരിക്കണം. ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാനേജ്മെന്റ്? എന്താണ് മാനേജ്മെന്റ്? ഒന്ന് പറഞ്ഞു നോക്കൂ, എന്താണ് മാനേജ്മെന്റ്? യെസ്, അതെ, യെസ്, വെരി ഗുഡ്. Management denotes either individual or group of individuals who are entrusted with the responsibilities of running an organization smoothly. Plan, organize, direct, control the activities in an organization to achieve the objective. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക അല്ലേ, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എല്ലാ ആക്ടിവിറ്റീസും. ദെൻ എന്താണ് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ? മാരി പാർക്കർ ഫോളറ്റിന്റെ ഡെഫിനിഷൻ എന്താണ്? മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന കലയെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് പ്രോസസ്, അതിൽ മേജർ വരുന്ന 3 ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? മാനേജ്മെന്റിൽ വരുന്ന 3 ആസ്പെക്ട്സ്: പ്രോസസ്, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്. ഇസ് വെരി ഗുഡ്. എന്താണ് എഫിഷ്യൻസി ആൻഡ് എന്താണ് എഫക്റ്റീവ്നെസ്? Efficiency means doing the right things and effectiveness. Efficiency means doing things right. Okay. നമുക്ക് ആക്ടിവിറ്റി നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ നമ്മൾ എ ആൻഡ് ബി 2 കോളംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 3 കാര്യങ്ങൾ ഡിസോർഡർ ആയിട്ടായിരിക്കും ചിലപ്പോൾ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളതൊന്ന് ഓർഡർ ചെയ്യുക കേട്ടോ. മാനേജ്മെന്റ്, ഫസ്റ്റത്തെ റോള് മാനേജ്മെന്റ്, ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ എന്നാണ്. ശരിയാണോ? ശരിയാണല്ലേ? യെസ്, വെരി ഗുഡ്. എഫിഷ്യൻസി, അതിൽ പറഞ്ഞിരിക്കുന്നത് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. ശരിയാണോ? ആലോചിച്ച് നോക്കൂ. എഫക്റ്റീവ്നെസ്, doing things right. Effectiveness means doing things right. ശരിയാണോ? ആലോചിച്ച് നോക്കൂ. യെസ്, അതെ. എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്സിലെ ഡിഫറൻസ് ഉണ്ട്. എഫിഷ്യൻസി ഡൂയിങ് തിങ്സ് റൈറ്റ് ആൻഡ് എഫക്റ്റീവ്നെസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. യെസ്, വെരി ഗുഡ്. നമ്മൾ ഇനി ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു അസൈൻമെന്റ് ചെയ്യേണ്ടതുണ്ട്.
Prepare 10 different question and answers based on the topic meaning, definition of management and effectiveness versus efficiency. നമ്മൾ ഇന്ന് പഠിച്ച ഭാഗം മീനിങ്, ഡെഫിനേഷൻ, മാനേജ്മെന്റിന്റെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതിൻ്റെ കൃത്യമായിട്ടുള്ള മീനിങ്ങും അർത്ഥവും നമ്മൾ ചർച്ച ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഏരിയ, ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന് അനുയോജ്യമായിട്ടുള്ള ആൻസേഴ്സും നിങ്ങളുടെ പുസ്തകത്തിൽ നോട്ട് ചെയ്യാം. ഓക്കെ, പ്രിപ്പയർ ചെയ്യാം. ഇതാണ് ഇന്നത്തെ അസൈൻമെൻറ്റ്. എല്ലാവർക്കും ക്ലാസ് നന്നായി തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ടു ഓൾ.